വിശുദ്ധ ലൂക്കാസ് സുവിശേഷം അധ്യായം 10. അക്കാലത്ത് യാത്രമധ്യേ യേശു ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മാർത്ത എന്നു പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. അവൾക്ക് മറിയം എന്നു പേരായ ഒരു സഹോദരി കൂടി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ട് അവൻ്റെ പാദാന്തികത്തിലിരുന്നു. മാർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. അവൾ അവൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, കർത്താവേ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കുവാൻ അവളോട് പറയുക. കർത്താവ് അവളോട് പറഞ്ഞു, മാർത്ത, മാർത്ത, നീ പലവിധനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ പ്രവർത്തനത്തെ ധ്യാനിക്കാം. ആണ്ടുവട്ടത്തിൻ്റെ 16ാമത്തെ ഞായറാഴ്ച ഇന്ന് ഏറെ അർത്ഥസമ്പുഷ്ടമായ തിരുവചനങ്ങളിലൂടെ തിരുസഭ മാതാവ് നമ്മെ പ്രാർത്ഥനയും പ്രവർത്തനവും എപ്രകാരമാണ് നയിക്കേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള ഇന്നത്തെ ആദ്യ വായനയിൽ പ്രവർത്തന നിരതനായിരിക്കുന്ന അബ്രഹാമിൻ്റെ മനസ്സ് നമ്മൾ കണ്ടു. തൻ്റെ ഭവനത്തിലേക്ക് വന്നവരെ വളരെ വലിയ ആനന്ദത്തോടെ ആഹ്ലാദത്തോടെ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി വിരുന്നൊരുക്കി അവരെ സാന്ത്വനിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വലിയ കൃപയും ബലവും ആ ഭവനത്തിന് ലഭ്യമാകുന്നു. പ്രാർത്ഥന നിർഭരമായ ഒരു ആത്മീയ ബലം ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കാണുന്നു. അബ്രഹാത്തിൻ്റെ പ്രവൃത്തിയിൽ സംപ്രീതനായ തൻ്റെ ഭവനത്തിലേക്ക് വന്ന ദൂതന്മാർ വാഗ്ദാനം ചെയ്യുന്നു, ഞങ്ങൾ തിരികെ വരുമ്പോൾ നിനക്ക് ഒരു പുത്രനുണ്ടായിരിക്കും. വാഗ്ദാന വിശ്വസ്തനായ ദൈവത്തിൻ്റെ കൃപയും ബലവും അബ്രഹാം അനുഭവിച്ചു. ഇന്നത്തെ രണ്ടാമത്തെ വായന അപ്പോസ്തലനായ പൗലോസ് കൊളോസ്യർക്ക് എഴുതുമ്പോൾ വളരെ ആത്മാർത്ഥതയോടുകൂടി അവരെ പഠിപ്പിക്കുന്ന പാഠമാണ് ക്രിസ്തുവിനെ പ്രതി സഹിക്കുവാനുള്ള ആത്മീയ ബലം. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു എന്നാണ് അപ്പോസ്തലൻ പറയുക. ഈ കാലഘട്ടത്തിൽ ഈ വചനഭാഗത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. നമ്മൾ സഹിക്കുന്നതിൻ്റെ അർത്ഥം എന്തെന്ന് ലോകം ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ രണ്ടാമത്തെ വായന. നാം സഹിക്കുമ്പോൾ അനേകർക്ക് രക്ഷയും സാന്ത്വനവും ലഭിക്കുന്നുണ്ട്. ഓരോ വ്യക്തിയുടെയും സഹനവും വീണ്ടെടുപ്പാണ്. നാം അനുഭവിക്കുന്ന എല്ലാ സങ്കടകരമായ അനുഭവങ്ങളും ദൈവതിരഹിതമായി സ്വീകരിക്കുമ്പോൾ അതിൽ രക്ഷയുടെ ബലവും കൃപയുമുണ്ട് എന്ന് ക്രിസ്തു ഓർപ്പെടുത്തുന്നു. സഹനത്തിൻ്റെ വീണ്ടെടുപ്പ് നിത്യത സ്വന്തമാക്കുവാനുള്ള വലിയ കൃപാവരമാണ് എന്ന് തിരിച്ചറിഞ്ഞ അപ്പോസ്തലൻ ആ സഹനങ്ങളിൽ തളർന്നു പോകാതെ ദൈവത്തിൻ്റെ പദ്ധതിയായി അത് സ്വീകരിക്കുന്നു. തിരുസഭ മക്കളായ നമുക്ക് ആ ഒരു വലിയ ആത്മീയ ബലം ഉണ്ടാവുക തന്നെ വേണം. ഇന്നത്തെ സുവിശേഷം ഏറെ ശ്രദ്ധായകമാണ്. യേശു മാർത്തയുടെയും മറിയത്തിൻ്റെ ഭവനത്തിലായിരിക്കുന്നു. അവിടെ മാർത്ത യേശുവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി തീഷ്ണത കാണിക്കുമ്പോൾ മറിയം നിശബ്ദമായി യേശുവിൻ്റെ പാദാന്തികത്തിലിരിക്കുന്നു. വ്യഗ്രചിത്തത ആകാതെ, ആകുലരാകാതെ, അസ്വസ്ഥരാകാതെ നാഥൻ്റെ കൂടെ ആയിരിക്കുവാൻ കഴിയുന്നത് വലിയൊരു ആത്മീയതയാണ് എന്ന് ഇന്നത്തെ സുവിശേഷം ഓർപ്പെടുത്തുകയാണ്. യേശു പറയുന്നത്, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. പ്രിയ ദൈവമക്കളെ, പ്രാർത്ഥനയ്ക്ക് നാം നൽകേണ്ട പ്രാധാന്യത്തെ ഇന്നത്തെ സുവിശേഷം ഓർപ്പെടുത്തുന്നു. പ്രവർത്തനമില്ലാത്ത പ്രാർത്ഥന അർത്ഥശൂന്യമാണ്. പ്രാർത്ഥനയും പ്രവൃത്തിയും ഒരുപോലെ നമ്മൾ നയിക്കേണ്ടതുണ്ട്. നമ്മളിൽ ഒരു മാർത്തയും മറിയവും ഉണ്ടാകണമെന്ന ഓർപ്പെടുത്തലും ഇന്നത്തെ സുവിശേഷം നൽകുന്നുണ്ട്. പ്രാർത്ഥനയിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ ദൈവത്തിൻ്റെ മനസ്സിനൊത്ത ഒരു ജീവിതമാണ് ദൈവം നമ്മളിൽ നിന്ന് അപേക്ഷിക്കുക. അപ്രകാരം ഒരു ജീവിത മാതൃക നമുക്ക് നൽകാൻ കഴിയണമെങ്കിൽ നാമും ക്രിസ്തുവിൻ്റെ പാദത്തിനരികിലിരിക്കണം. നാം സമയം ഏറ്റവും കുറച്ച് ചിലവഴിക്കുന്നത് ഈശോയുടെ തിരുമുമ്പിലാണ്. മറ്റെല്ലാ ഉത്തരവാദിത്തങ്ങൾക്ക് ശേഷമാണ് നാം ക്രിസ്തുവിനരികിൽ വരിക. എന്നാൽ കുറച്ചുകൂടി സ്നേഹത്തോടെ ആദ്യമേ ക്രിസ്തുവിൻ്റെ പാദാന്ത്യത്തിലിരിക്കാൻ അവിടെ നമ്മെ ക്ഷണിക്കുന്നു. മറിയത്തെ പോലെ നല്ല ഭാഗം തിരഞ്ഞെടുത്തവരായി തീരാനും അങ്ങനെ
ആ നന്മ ലോകത്തിന് പകരാനും പങ്കുവയ്ക്കുവാനും വേണ്ട ആത്മീയ കൃപയ്ക്കായി നാം ഈ ദിനം പ്രാർത്ഥിക്കണം. നാം സഹോദരങ്ങൾക്ക് സേവനമനുഷ്ഠിക്കുമ്പോൾ പോലും അത് പ്രാർത്ഥന നിർഭരമായിരിക്കണം. നാം എന്തു തന്നെ ചെയ്താലും അത് നന്ദി നിറഞ്ഞ മനസ്സോടെ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ചെയ്യുവിൻ എന്ന് അപ്പോസ്തലൻ ഓർപ്പെടുത്തുന്നുമുണ്ട്. നമുക്ക് പ്രാർത്ഥനയും പ്രവർത്തനവും ദൈവ തിരുമനസ്സിനൊത്ത് നയിക്കുവാൻ വേണ്ട കൃപയ്ക്കായി ഈ ദിനം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.